കിസ് മാനു കൂട്ടബലാത്സംഗ കേസിലെ പ്രതികളെ വീടുകളിൽ നിന്നും കാണാതായെന്ന റിപ്പോർട്ട്. കുടുംബാംഗങ്ങളുടെ പക്കലും കൃത്യമായ വിവരമില്ല. ചിലർ വീടുകളിൽ നിന്നും പോയി ഒരാഴ്ചയായെന്നും എവിടെയാണെന്ന് അറിയില്ലെന്നുമാണ് ബന്ധുക്കളുടെ മൊഴി. കേസിൽ നിന്നും വെറുതെ വിട്ട ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കിയതിന് പിന്നാലെയാണ് 11 പ്രതികളെയും കാണാതായത്. അർജുൻ പീതാംബരനുണ്ട്. അർജുൻ, ഒരു സർക്കാർ സംവിധാനം തുറന്നുവിട്ട് മോചിപ്പിച്ച പ്രതികളെയാണിപ്പോൾ കോടതി ഉത്തരവ് വരുമ്പോൾ കാണാതാകുന്നത്. അമ്പരപ്പുണ്ട്. എന്താണ് വാർത്ത? എന്ന് മുതലാണ് കാണാതായത്? എന്താണ് സർക്കാരോ പോലീസിന്റെ എന്തെങ്കിലും വിശദീകരണമുണ്ടോ? സതീഷ്, നിലവിൽ ഈ പ്രതികളെ പലരെയും, അതായത് കേസിലെ 9 പ്രതികൾ രഞ്ജികാപൂർ അതുപോലെ തന്നെ സിംഗ്വാർ എന്നീ 2 ഗ്രാമങ്ങളിലാണ് താമസിക്കുന്നത്. ഇവരെ എല്ലാവരെയും കഴിഞ്ഞ ഒരാഴ്ചയായി കാണാനില്ല എന്നുള്ള കാര്യമാണ് ഗ്രാമവാസികളും ബന്ധുക്കളും അതുപോലെ തന്നെ ഈ വീടുകളിലെല്ലാം തന്നെ കാവലിലുണ്ടായിരുന്ന പോലീസുകാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഒരു ഇംഗ്ലീഷ് പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, അതായത് നേരിട്ട് ഈ വിധിക്ക് പിന്നാലെ ഇവരുടെ വീടുകൾ തേടി ചെന്ന മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ അമ്പരിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ 9 പേരും കഴിഞ്ഞ ഒരാഴ്ചയായി തന്നെ, അതായത് വിധി വരുന്നതിന് മുൻപ് തന്നെ ഈ വീടുകളിൽ നിന്നും പോയിരിക്കുന്നു എന്നുള്ളൊരു വിവരം. പക്ഷേ പലരും പറയുന്നതനുസരിച്ച് മാസങ്ങൾക്ക് മുൻപേ തന്നെ ഇവർ പോയിരുന്നു എന്നുള്ള കാര്യം കൂടി ബന്ധുക്കൾ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ ഞായറാഴ്ച വിധി വരുന്നതിന് ഒരു ദിവസം മുൻപ് വരെ ഈ പ്രദേശങ്ങളിൽ, വീടിരിക്കുന്ന പ്രദേശങ്ങളിൽ ഈ 11 പേരെയും കണ്ടിട്ടുള്ളവരുമുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് മറ്റുള്ളവർ, ഈ ഗ്രാമവാസികളിലുള്ളവർ തന്നെ പറയുന്നത്. അതായത് കൃത്യമായിട്ടുള്ള വിവരം പങ്കുവെക്കാനായിട്ട് ബന്ധുക്കളോ ഉറ്റവരോ കുടുംബാംഗങ്ങളോ തയ്യാറാവുന്നില്ല. പോലീസിനും കൃത്യമായിട്ടുള്ള വിവരമില്ല. ഈ നാട്ടുകാരിൽ ചിലർ കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ എവിടെയാണ് എന്നുള്ളതിൽ കൃത്യമായിട്ടുള്ള വിവരം ആർക്കും തരാൻ സാധിക്കുന്നില്ല എന്നുള്ള വിവരം തന്നെ. ഇത് വളരെ ഗൗരവമുള്ള വാർത്തയാണ്. എന്തായാലും സർക്കാർ സംവിധാനം തന്നെ സംരക്ഷണം ഏർപ്പെടുത്തിയ പ്രതികൾ മുങ്ങുമ്പോൾ അത്ഭുതപ്പെടാനില്ല. എന്നാലും പോലീസിനെവരെ പിടികൂടുക എന്നത് വലിയൊരു ഉത്തരവാദിത്തമായി കൂടി മാറുകയാണ്. ഇപ്പോൾ 11 പ്രതികളും അവരുടെ വീടുകളിൽ ഇല്ല വിധി വരുമ്പോൾ എന്നുള്ളതാണ്.